അമൂർത്തപാദം പൊടിമൺ പുരണ്ട പിതാവിനെ കണ്ടതിവെമ്പലോടെ താൻ കുളിപ്പിപ്പതിനായി മുതിർന്നു. തണ്ണീർ കുടം കൊണ്ടഴലാണ്ട പുത്രി പിടിച്ചിരുത്തി ചെളി പോക്കുവാനായി നിറഞ്ഞ കുംഭോദകമോട് കൂടെ താതൻ്റെ ഗാത്രങ്ങളിലാ പതിച്ചു കുമാരിയാൾ തൻ ചുടുകണ്ണ് നീരും. മഹാകവി വള്ളത്തോളിൻ്റെ അതിമനോഹരമായ 4 വരികളാണിത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബയുടെ സമീപത്ത് നിസ്കരിക്കുന്ന നേരം കഴുത്തറ്റം ചെളിമണ്ണ് കൊണ്ട് മൂടി ഒരു പറ്റം ചെറുപ്പക്കാർ. ആ സംഭവം അദ്ദേഹം വിശദീകരിക്കുകയാണ്. അത് കഴിഞ്ഞ് നേരെ പോകുന്നുണ്ട് പ്രവാചകൻ പ്രിയപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ സവിധത്തിലേക്ക്. പ്രാണനായ പിതാവിനെ ആ ഒരു ദുരവസ്ഥയിൽ കണ്ട ഫാത്തിമ ബീവി തകർന്നുപോയി. കരളിൻ്റെ കഷ്ണമെന്ന് തന്നെ സംബന്ധിച്ച് പറഞ്ഞ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് കണ്ട് സ്വർഗത്തിൻ്റെ ഉദ്ഘാടകനായി നാളെ അള്ളാഹുവിൻ്റെ സമക്ഷത്തിൽ സന്നിഹിതരാവേണ്ട പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ നിൽപ്പ് കണ്ട് ഒരു കുടം വെള്ളമെടുത്ത് കൊണ്ടുവരാൻ ഓടി അകത്തേക്ക് പോയ ഫാത്തിമ ബീവി നിറഞ്ഞ കുടവുമായി പുറത്തേക്ക് വരുന്ന രംഗമാണ് മലയാളത്തിൻ്റെ പ്രിയ കവി വള്ളത്തോൾ വിശദീകരിക്കുന്നത്. താൻ കുളിപ്പിപ്പതിനായി മുതിർന്നു. തണ്ണീർ കുടം കൊണ്ടഴലാണ്ട പുത്രി. പ്രിയപ്പെട്ട പിതാവിൻ്റെ ശിരസ് തൻ്റെ കുഞ്ഞിളം കൈകൊണ്ട് കുഞ്ഞു ഫാത്തിമ കഴുകുന്ന നേരം ആ വെള്ളം പരിശുദ്ധ ഹബീബിൻ്റെ ശിരസിൽ പതിക്കുന്നതിൻ്റെ മുമ്പേ കുഞ്ഞു ഫാത്തിമയുടെ കണ്ണുനീരുകൊണ്ട് പുണ്യ റസൂലിൻ്റെ ശിരസ് നനഞ്ഞു കുതിർന്നിരുന്നു എന്നാണ് വള്ളത്തോൾ അവിടെ പറയുന്നത്.